ദീപം 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 നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തീന്നെന്നെ കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. എന്തൊക്കെ അമ്മ കാണുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അയാളുടെ വീടാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ഈ നരകത്തീന്നെ കരകേറ്റിയിടണം വാഴും. പ്ലീസ്, സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്. ദൈവം ശിക്ഷിക്കും. തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തീന്നെ കരകേറ്റിയിടണം. നാമം ചെല്ലുമ്പോ ശല്യം ചെയ്ത ദൈവം കോപിക്കും. അമ്മ ഇന്ന് ഉണ്ടായിരിക്കും. നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോളെ. അയാൾ നാമം ചൊല്ലിക്കഴിഞ്ഞ് നമുക്ക് സ്വൈര്യമായിട്ട് സംസാരിക്കാമല്ലോ. ഇങ്ങോട്ട് വന്നേ. ശംഭോ മഹാദേവ. ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു നീ. നല്ല തടി മുടിഞ്ഞ തീറ്റയായിരിക്കും. നോക്കല്ലേ, ഞാനങ്ങ് ദഹിച്ചു പോകും. ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണറിന്റെ മൂത്തൊഴി പോടല്ലോ. എന്റെ കള്ളച്ചേർക്ക, ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. അപ്പുറത്തായി കാണിച്ചു തരാൻ തനിക്ക്. മോർണിംഗ് വാ. വേണ്ട വെക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ. എന്റെ ബാഗ് എന്താ? എന്താണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട. പോണ്ടാച്ചാല് എന്താ ഉമ്മറേ ഇങ്ങോട്ട് വരുന്നേ? ആ വീട്ടുറക്കത്തിന് ഭ്രാന്തായിക്കുന്നുണ്ട്. കുറിച്ച് കെട്ടാണ് നമുക്ക്. ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം. പറ. ആഹാ, ഞമ്മക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാറുണ്ട്. സമയത്താ വിളിക്കണേ. ആ ആരെ വരീ വോട്ട് വരിക. അല്ല, നമ്മൾ അയലക്കാരും മഹാചെത്തുകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞൊക്കെ കുതുകലൊക്കെ ഉണ്ടായിട്ട് ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം. ചേർച്ചയായിട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ എടാ പണിക്കണേ. എടാ നാറി പണിക്കണേ. ഡൈലി വാതിൽ ഓർക്കണ. കുത്തി കൊല്ല മാലാക്കി കൗത്തിലിടും. ഇവനെ അങ്ങോട്ട് പോയിന് ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം. പണിക്ക ചോര വേണം. നിനക്ക് ചോരാടാ. നമുക്ക് വേടാ. നിനക്ക് പണിക്ക ചോരാടാ. വേടാ നമുക്ക്. നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോടത്ത് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ ഒന്നുമില്ല. എടുക്കാം. എന്തായി? എന്തെങ്കിലും ആയിക്കോട്ടെ.
നമ്മളെന്തിന് വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചും കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ ഒരു ബഹളം? ആഹാ, ഒളിച്ചിക്കണില്ലേ? അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചറക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരോ? ആ ഉണ്ടോ? ഉണ്ട്. ഇവ മോളെ, നേരെ ഒരുപാടായി. നീ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോയത്? എല്ലാം മറന്നാളാ. എന്തോ? ഞാൻ കുളിച്ചിട്ട് തനിക്ക് കെട്ടിയെടുത്ത പോരെ? പോരെ മനുഷ്യ സ്ത്രീ, വെയിറ്റ് ചെയ്യണ്ട. ഒരു 3 മണിക്കൂറെങ്കിലാകും എന്നെ ഇവിടുന്ന് പുറത്ത് കെട്ടിയെടുക്കാൻ. എന്റെ കുളിമുറിയില് എനിക്ക് ഇഷ്ടം പോലെ മനസ്സ് തുറന്നൊന്ന് കുളിക്കണം. കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു. എന്ത് ചേച്ചി, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈയിടെ 16 അടിയന്തരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. നിന്റെ ചേച്ചിക്ക് കുറച്ച് മര്യാദ പറഞ്ഞോട്. അത്ര അസൗകര്യാണ് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പറ. ആ പുള്ളി തന്നെ മറച്ചു വെച്ചിട്ടാ മതി. പോടാ. പല്ലാഴിക്കടവിൽ നീന്താടാനിറങ്ങിയ പലപ്പും കാവിലെ പൊന്നിലാവേ. പല്ലാഴിക്കടവിൽ നീരാടാനിറങ്ങി. വെള്ളം നിന്നല്ലോ. പൈപ്പൊന്ന് തുറന്നോട്ടെ. പൈപ്പൊന്ന് തുറന്നു വിടേ. പൈപ്പ പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും പൈപ്പ് തുറന്നോളെ. നിയമപരമായി നോക്കിയ അവിടെ അതിക്രമിച്ചു കയറാൻ അയാൾക്ക് യാതൊരു അവകാശവുമില്ല. നിയമത്തിന്റെ പുറകെ പോകാൻ എനിക്ക് എവിടാ ചേച്ചി നേരം? പിന്നെ കാശ് ചെലവ്, എന്റെ വരവ് ചെലവ് കണക്കൊക്കെ ചേച്ചിക്ക് അറിയില്ലേ? പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാ മതി, എല്ലാ കണക്കും തെറ്റും. പിന്നെ പട്ടിണി. കുറച്ച് ടെലിവിഷൻ വാങ്ങി ആ പെരിച്ചാഴിയുടെ ഭക്ഷണത്തിൽ ഇട്ടു കൊടുക്ക്. ഒരു മനുഷ്യനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം സംസ്കാരം ഇല്ലേ ചേച്ചി? അയാൾക്കതില്ല, ഒരു കണിക പോലും ഇല്ല. കാലത്തെ നോക്കുമ്പോ മോനെന്നെ ചെവി പിടിച്ച് തിരുമോ അയാള്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ചേച്ചി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. മോനെ തൊടാൻ അയാൾക്കെന്ത് അവകാശമുള്ളത്? അയാളുടെ കുളിമുറിയാണത്രേ. എനിക്കങ്ങ് ദേഷ്യം വന്നു. സോപ്പ് വെച്ചുകൊണ്ടിരുന്നപ്പോ പുറത്തുനിന്ന് ഞാൻ പൈപ്പടച്ചു. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കൈയെടുക്കൂല്ലേപ്പാ? അഴിമകളും ഒരുമിച്ചൊരു കട്ടിലിലന്നേരം 7-ാം മാളിക മുകളിലിരുന്നരുളും 72 ലോക വഴിയായ തമ്പൂരാൻ എത്രയും താഴെ തന്റെ വയസ്സിനെ ദൂരത്തു കണ്ടു. കണ്ടാലത്തെ കഷ്ടമെത്രയും പാരിജാതം തിരുമിഴികൾ തുറന്നു. പവിഴമുന്തിരി പൂത്തു പൂത്തു തളിർത്തു. കുട്ടികൾ പഠിക്കുന്ന സമയമാണ്, ശല്യം ഉണ്ടാക്കരുത്. ഓ, ഞാനിപ്പോ പാടുന്ന സമയമാണ്. 7 to 7:30. ലോകത്തെവിടെയായാലും ഞാൻ പാടും. നിങ്ങൾ അത്രയ്ക്ക് അസൗകര്യമാണെങ്കിൽ ഈ വീട് അങ്ങോട്ട് ഒഴിഞ്ഞോളൂ. എന്റെ വീട്ടിലിരുന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന തരത്തിൽ ഞാൻ പാടും.